പ്രവാസലോകത്തെ വാർത്തകൾ. കാനഡയിൽ ഇന്ന് പൊതു തിരഞ്ഞെടുപ്പ്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം. ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണിയും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പോളിവറും തമ്മിലാണ് പ്രധാന മത്സരം. 343 അംഗ ജനപ്രതിനിധി സഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാനഡയിൽ വോട്ട് ചെയ്യാൻ യോഗ്യരായ 28 ദശലക്ഷം വോട്ടർമാരുണ്ട്. അവർ 343 മണ്ഡലങ്ങളിൽ പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കും. രാജ്യത്തിനുള്ളിൽ 6 സമയമേഖലകൾ ഉള്ളതിനാൽ കാനഡയുടെ വോട്ടിംഗ് പല സമയങ്ങളിലാണ് അവസാനിക്കുക. ബ്രിട്ടീഷ് കൊളംബിയയിലെ 43 ഇലക്ട്രൽ ഡിസ്ട്രിക്റ്റുകൾ രാജ്യത്തെ ഏറ്റവും ശക്തമായ പോരാട്ടവേദികളിൽ ഒന്നാണ്. അവസാന അഭിപ്രായ സർവേ പ്രകാരം കൺസർവേറ്റീവുകൾക്ക് 38.9%, ലിബറൽ പാർട്ടിക്ക് 43%വുമാണ് വോട്ടിംഗ് ശതമാനം. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരായ ജനരോഷം അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിച്ചിരുന്നു. തുടർന്ന് ലേബർ പാർട്ടി കാർണിയെ നേതാവായി തെരഞ്ഞെടുത്തു. ജനവിധി ലഭിക്കാത്ത പക്ഷം കനേഡിയൻ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി മാറും. മറുവശത്ത് അദ്ദേഹത്തിന്റെ എതിരാളിയായി പിയറി പോളിവർ സാമ്പത്തിക പരിഷ്കരണവും കർശനമായ കുടിയേറ്റ നയങ്ങളും വാഗ്ദാനം ചെയ്ത് കാനഡ ഫസ്റ്റ് സമീപനത്തിലൂടെ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളും കാനഡയെ കൂട്ടിച്ചേർക്കാനുള്ള ഭീഷണികളുമായിരുന്നു ഇരു നേതാക്കളുടെയും അവസാന പ്രചാരണ വിഷയങ്ങൾ. ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾക്ക് ഇനി പുതിയ ഏജൻസി. വർഷങ്ങളായുള്ള പ്രവർത്തിക്കുന്ന VFS ഗ്ലോബൽ ഏജൻസിക്ക് കരാർ നഷ്ടമായെങ്കിലും അടുത്ത 2 മാസം കൂടി സേവനം തുടരും. സൗദിയിലെ ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് എന്നിവയുടെ കീഴിലുള്ള പാസ്പോർട്ട് കോൺസുലാർ സേവനങ്ങൾ നൽകുന്നതിന് അലങ്കിത് അസൈൻമെന്റ് ലിമിറ്റഡിനെ തെരഞ്ഞെടുത്തു. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ, മറ്റ് കോൺസുലാർ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും അത് അനുവദിക്കുന്നതിനുമുള്ള കരാറാണ് അലങ്കിതിന് ലഭിച്ചത്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള അലങ്കിതിന് വിവിധ രാജ്യങ്ങൾ ബ്രാഞ്ചുകളുണ്ട്. വർഷങ്ങളായി നിലവിലുള്ള VFS ഗ്ലോബലിന് കരാർ നഷ്ടമായെങ്കിലും അടുത്ത 2 മാസം കൂടി അവർ നിലവിൽ സേവനങ്ങൾ നൽകും. അതിനുശേഷമാണ് അലങ്കിത് സേവനങ്ങൾ ആരംഭിക്കുക എന്നാണ് വിവരം. 18 വർഷമായി VFS ഗ്ലോബലാണ് സൗദിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ നൽകി വരുന്നത്. പുതിയ ഏജൻസിയുടെ സേവനം എങ്ങനെയായിരിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രവാസികൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസി മലയാളികൾക്ക് ആശ്വാസ വാർത്ത. കണ്ണൂരിൽ നിന്ന് സൗദി അറേബ്യയിലെ ദമാമിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. വേനലവധിക്കാലത്ത് 40,000 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്ന ടിക്കറ്റ് നിരക്ക് 10,000 രൂപയ്ക്ക് അടുത്തായി കുറച്ചു. ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ ദമാം സർവീസ്. ജൂൺ 16 മുതൽ ഇൻഡിഗോ എയർലൈൻസ് ദമാമിലേക്ക് സർവീസ് ആരംഭിക്കുന്നുണ്ട്. ഇൻഡിഗോ കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ നിരക്ക് ഇനിയും കുറയുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ അമിതമായി വൈദ്യുതി ഉപയോഗിച്ചാൽ കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരും. നിയമം തെറ്റിച്ചാൽ പിഴ ഈടാക്കലും വൈദ്യുതി കണക്ഷൻ താൽക്കാലികമായി കട്ട് ചെയ്യലും ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും. അധിക വൈദ്യുതി ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കുവൈത്ത് ഊർജ്ജ മന്ത്രാലയം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കുവൈത്ത് വൈദ്യുതി മന്ത്രാലയം അടുത്തിടെ നടത്തിയ പരിശോധനയിൽ പല മേഖലകളിലും വൈദ്യുതി ഉപയോഗത്തിൽ അസാധാരണമായ വർധനവ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. അംഗീകാരമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നിയമപരമായി പിടികൂടാൻ എല്ലാ നടപടികളും കൈക്കൊള്ളുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്തിലെ മിക്ക വീടുകളിലും അമിത വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ തീവ്രവും നിർത്താതെയുള്ളതുമായ പ്രവർത്തനത്തിന്റെ സൂചനയാണ്. നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്താനും വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കാനും സാധ്യതയുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങളും വ്യവസായ യൂണിറ്റുകളും ഊർജ്ജ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് രാജ്യങ്ങളിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ തൊഴിലവസരം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് മികച്ച അവസരം. UAE, സൗദി, ഒമാൻ എന്നീ രാജ്യങ്ങളിലാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ കൂടുതൽ തൊഴിലവസരമുള്ളത്. പുതിയ ഹോട്ടലുകൾ ഇവിടെയൊക്കെ വരുന്നുമുണ്ട്. അബുദാബി ആസ്ഥാനമായുള്ള റൊട്ടാന ഗ്രൂപ്പ് UAEയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമായി നിരവധി ഹോട്ടലുകൾ തുറക്കുന്നുണ്ട്. 1000-ലധികം ജീവനക്കാരെയാണ് ഇവർ നിയമിക്കുന്നത്. ഓരോ ഹോട്ടലിലെയും മുറികളുടെ എണ്ണം അനുസരിച്ചായിരിക്കും ജീവനക്കാരെ നിയമിക്കുന്നത്. ഹോട്ടലിന്റെ വലിപ്പത്തിനനുസരിച്ച് ജീവനക്കാരെയും അധികമായി നിയമിക്കും. മറ്റ് ചില ഹോട്ടൽ ഗ്രൂപ്പുകളും പ്രോപ്പർട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ച നിരവധി മലയാളികൾക്ക് അനേകം തൊഴിലവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.